ഒരു കഥ പറയാം. ഒരു രാജാവിൻ്റെ കഥ. രാജാവ് തൻ്റെ പ്രജകളൊക്കെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ ഉത്തരവിട്ടു. എല്ലാവരും ഒത്തുകൂടിയപ്പോൾ രാജാവിൻ്റെ വക മറ്റൊരു കൽപ്പന വന്നു. ഭാര്യയെ പേടിക്കുന്നവർ എല്ലാം ഒരിടത്തേക്ക് മാറി നിൽക്കുക. ദമ്പതികളാണ്, എല്ലാ ഭാര്യ ഭർത്താക്കന്മാരെയാണ് വിളിച്ചു കൂട്ടിയത്. ഭാര്യമാരെ പേടിക്കുന്നവരെല്ലാവരും ഒരിടത്തേക്ക് മാറി നിൽക്കാൻ. ഇങ്ങനെ ഒരു പ്രത്യേക കാര്യം കേട്ടപ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എഴുതിയിട്ട് ആ വന്ന കൂട്ടത്തിലുള്ള എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരെ വിട്ട് രാജാവ് ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് മാറി നിന്നു. രാജാവ് അതിശയിച്ചു പോയി. ഇത്രയും തൻ്റെ പ്രജകളിൽ ഇത്രയും ആളുകളാ ഭാര്യമാരെ പേടിക്കുന്നത്. അപ്പൊ പിന്നെ എൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഇവരുടെ അല്ല ഞാൻ രാജാവ്. അദ്ദേഹം റാണിനൊന്ന് നോക്കി. പക്ഷേ പിന്നെ നോക്കിയപ്പോൾ അവിടെ ഒരു ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് നിൽക്കുന്നു. അയാൾ ഇങ്ങോട്ട് മാറിയിട്ടില്ല. രാജാവിന് അതിശയം. ഈ പയ്യനക്ക് മാത്രം ഭാര്യനെ പേടിയില്ലേ? രാജാവ് തന്റെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അയാളടുത്തേക്ക് ചെന്നു. വളരെ പ്രശംസിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചെന്നത്. എന്നിട്ട് ചോദിച്ചു, മാഷാല്ല എൻ്റെ വാക്കാണ്, വലിയ അതിശയം തന്നെ, തനിക്ക് ഭാര്യയെ ഒട്ടും പേടിയില്ലേ? അപ്പൊ അയാൾ പറഞ്ഞു, മഹാരാജാവേ, അതുകൊണ്ടല്ല, ഇവിടെന്ന് ഒരടി എടുത്ത് വെച്ചാൽ കാല് കണ്ടിക്കും അവള് പറഞ്ഞുകൊണ്ടുള്ളത് ഞാൻ മാറി നിൽക്കാതിരുന്നതെന്ന്.